നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിയ ഇരട്ടക്കൊലപാതക കേസ് അന്വേഷണ പുരോഗതി അറിയിക്കാൻ ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. HRPM ദേശീയ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചു. മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് സന്തോഷ് ഹെഗ്ഡെ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കേന്ദ്ര സേനാംഗങ്ങൾ കാസർഗോഡ് നഗരത്തിൽ റൂട്ട് മാർച്ച് നടത്തി. യുവമോർച്ച ജില്ലാ കമ്മിറ്റി കാസർഗോഡ് യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള സി നായിക് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഫാഷൻ ലീഗ് ഏപ്രിൽ 7 നടക്കും. ബ്രോഷർ പ്രകാശനം നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം നിർവഹിച്ചു. വേനൽ രൂക്ഷമായതോടെ കാസർഗോഡ് പുത്തികെ പുഴയും വറ്റി. ജില്ല കടുത്ത ജലക്ഷാമത്തിലേക്ക്. ഡിവിഷൻ എക്സൈസ് ഓഫീസിനെ പേപ്പർ രഹിതമാകും. എക്സൈസ് വകുപ്പിന്റെ ഓഫീസ് കളക്ടറേറ്റിൽ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ അന്വേഷണ പുരോഗതി അറിയിക്കാൻ ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 10 ദിവസത്തിനകം സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം. പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത് ലാൽ, കൃപേഷ് എന്നിവരുടെ കൊലപാതകം സംബന്ധിച്ച കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. കഴിഞ്ഞ ഫെബ്രുവരി 17 കൊല്ലപ്പെട്ട കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ, അമ്മ ബാലാമണി, ശരത്ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ, അമ്മ ലളിത എന്നിവർ നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി നൽകിയത്. ഈ ഹർജി പരിഗണിച്ചാണ് കേസിലെ അന്വേഷണ പുരോഗതി അറിയിക്കുവാൻ ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. 10 ദിവസത്തിനകം സത്യവാങ്മൂലം സമർപ്പിക്കുവാനാണ് കോടതി നിർദ്ദേശം. അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറിക്കും DGPക്കും നിവേദനം നൽകിയിരുന്നുവെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. അതിനാൽ കേസ് CBIക്ക് വിടുവാൻ കോടതി ഉത്തരവിടണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹർജി സംബന്ധിച്ച് നിലപാടറിയിക്കുവാൻ CBIക്ക് കോടതി നിർദ്ദേശം നൽകി. ഹർജി വീണ്ടും 12 പരിഗണിക്കും. ലോക്കൽ പോലീസ് അന്വേഷിച്ചു തുടങ്ങിയ കേസ് നിലവിൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ദേശീയ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചു. തിരുവനന്തപുരം വരെ നടത്തുന്ന യാത്രയുടെ ഉദ്ഘാടനം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് സന്തോഷ് ഹെഗ്ഡെ ഉദ്ഘാടനം ചെയ്തു. We have seen recently the floods that took place in part of Karnataka and Kerala. Who is responsible for it? It's the violation of nature's law by we greedy people which is responsible for what happened on that day. It is an absolute violation of human rights. But who cares? Today we think in terms of the nature only for ourselves, not for the country, not for people at large. This way no political system can survive. This way no society can have peace and solidarity. My dear students, maybe if some of us inculcate just 2 values, one is contentment in life. That is we call tripti. If you have contentment in life, we don't think in terms of taking everything for ourselves. We think in terms of sharing it with others. That is really a part of the human rights that we have to follow. ദേശീയ ട്രഷറർ MVG നായർ, ദേശീയ വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ, KV സതീശൻ, കൂക്കൾ ബാലകൃഷ്ണൻ, KB മുഹമ്മദ് കുഞ്ഞി, ജമീല അഹമ്മദ്, നാസർ ചെർക്കളം എന്നിവർ സംസാരിച്ചു. എന്റെ രാജ്യം എന്റെ അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് യാത്ര നടത്തുന്നത്. യാത്രയിൽ സംഘടനയുടെ ദേശീയ, സംസ്ഥാന, ജില്ലാ ഭാരവാഹികൾ, പ്രവർത്തകർ തുടങ്ങിയവർ അണിചേരും. വിവിധ ജില്ലകളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങുന്ന യാത്ര 12 തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ഡെസ്ക് KCN. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കാസർഗോട്ടെത്തിയ കേന്ദ്ര സേനാംഗങ്ങൾ നഗരത്തിൽ റൂട്ട് മാർച്ച് നടത്തി. കാസർഗോട്ടെ പോലീസ് സേനാംഗങ്ങളും റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. കാസർഗോഡ്
ASP D ശിൽപ നേതൃത്വം നൽകി. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. സംഘർഷ സാധ്യതാ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് പിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അക്രമമുണ്ടായാൽ അമർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര സേനാംഗങ്ങളും കാസർഗോഡ് എത്തിയിട്ടുണ്ട്. കേന്ദ്ര സേനാംഗങ്ങളോടൊപ്പം റൂട്ട് മാർച്ചിൽ പോലീസ് സേനാംഗങ്ങളും പങ്കെടുത്തു. കാസർഗോഡ് ASP D ശിൽപ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCN. യുവമോർച്ച ജില്ലാ കമ്മിറ്റി കാസർഗോഡ് യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള C നായിക് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് രാജേഷ് കൈന്താർ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, നേതാക്കളായ പ്രമീള മജൽ, സുമിത രാജ് പെർല, ദിലീപ്, അവിനാഷ് റായ്, PR സുനിൽ, ധനരാജ് പ്രതാപ് നഗർ, യുവമോർച്ച കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് രൂപേഷ് തൈവളപ്പിൽ, ബിജു ഇലക്കുഴൈ, ബളാൽ കുഞ്ഞിക്കണ്ണൻ, അക്ഷത ബജ്പേ, പുഷ്പ അമേക്കള, പ്രദീപ് കൂട്ടകനി, SC/ST മോർച്ച ജില്ലാ പ്രസിഡന്റ് സമ്പത്ത് കർണാടക എന്നിവർ സംസാരിച്ചു. യുവമോർച്ച ഇവിടെ ഉന്നയിക്കുന്ന ഒരു മുദ്രാവാക്യം യുവജനതയും നരേന്ദ്രമോദിക്കൊപ്പം. ആ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി കേരളത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ദേശീയതക്കൊപ്പം നിൽക്കാതെ ദേശീയതയ്ക്ക് വിമുഖമായിട്ട് നിന്നിട്ടുള്ള ചരിത്രമാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് KCN. ലോക ഓട്ടിസം ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഡോക്ടർ ഗീത ഗുരുദാസ് ഉദ്ഘാടനം ചെയ്തു. വേൾഡ് ഓട്ടിസം ദിനത്തിന് അവയർനെസ് ക്ലാസുകൾ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജനറൽ ഹോസ്പിറ്റൽ കാസർഗോഡിലും ഇന്ന് ഒരു ഫ്ലാഷ് മോബും ഒരു പോസ്റ്റർ പ്രസൻറ്റേഷനും കുട്ടികൾക്കായിട്ടുള്ള പബ്ലിക് അവയർനെസ് ക്ലാസ്സുകൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടയിലുള്ള പല കുട്ടികളും സംസാരിക്കാൻ വൈകുന്നതും അവർക്ക് മറ്റുള്ള കുട്ടികളായിട്ട് ഇടപെടാനുള്ള വൈകലും സമൂഹത്തോടു കൂടി എല്ലാവർക്കും ഇടപെടാനുള്ള വൈകുന്നതും ഈ കാര്യങ്ങളിലൊക്കെയാണ് ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. 1 വയസ്സിലുള്ള ഒരു കുഞ്ഞ് ഒരു വാക്കെങ്കിലും പറയണം, 2 വയസ്സുള്ള കുഞ്ഞ് 2 വാക്കെങ്കിലും പറയണം. ഇത് പറയാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ നമ്മൾ സാധാരണ ഓട്ടിസം ബാധിച്ച കുട്ടികളായിട്ട് കണക്കാക്കും. ഡോക്ടർ B നാരായണ നായിക് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജനാർദ്ദന നായിക്, ഡോക്ടർ നാരായണ പ്രദീപ്, ഡോക്ടർ ജ്യോതി S, ഡോക്ടർ പ്രേമ, ഡോക്ടർ പ്രവീൺ, ഡോക്ടർ കൃഷ്ണ നായിക്, അൻഷ ജെയ്സൺ, അനീറ്റ ലൂക്കോസ് എന്നിവർ സംസാരിച്ചു. ഓട്ടിസം ദിനാചരണത്തിന്റെ ഭാഗമായി സീമറ്റ് നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ ഫ്ലാഷ് മോബും ബോധവൽക്കരണ പോസ്റ്റർ പ്രദർശനവും നടത്തി. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് ഫാഷൻ ലീഗ് ഏപ്രിൽ 7-ന് നടക്കും. കാസർഗോഡ് മുനിസിപ്പൽ സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. കാസർഗോഡ് ഫാഷൻ ലീഗിന്റെ ബ്രോഷർ നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം അഷ്റഫ് ഐവയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. കാസർഗോഡ് ആദ്യമായി നടക്കുന്ന കാസർഗോഡ് ഫാഷൻ ലീഗിൽ കാസർഗോട്ടെ പ്രശസ്തമായ 10ഓളം ബ്രാൻഡുകൾ തങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ പ്രദർശിപ്പിക്കും. കൊച്ചിയിലെയും ബാംഗ്ലൂരിലെയും പ്രശസ്ത പുരുഷ വനിതാ മോഡലുകളാണ് ബ്രാൻഡുകൾക്ക് വേണ്ടി റാമ്പിൽ ചുവടുവയ്ക്കുന്നത്. ഓഡീഷനിലൂടെ തെരഞ്ഞെടുത്ത കാസർഗോട്ടെ സുന്ദരന്മാരും റാമ്പിൽ അവർക്കൊപ്പം അണിനിരക്കും. 7-ന് ഞായറാഴ്ച വൈകുന്നേരം 6:30-നാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. കാസർഗോഡ് മുനിസിപ്പൽ സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ പ്രശസ്ത ഗായകന്മാരുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന സൂപ്പർ മ്യൂസിക്കൽ ബാൻഡുമുണ്ട്. കാസർഗോഡ് ആർട്ട് ഫോറവും സാൻ ഈവൻസുമാണ് പരിപാടിയുടെ സംഘാടകർ. കാസർഗോഡ് ഫാഷൻ ലീഗിന്റെ ബ്രോഷർ കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം അഷ്റഫ് ഐവക്ക് നൽകി പ്രകാശനം ചെയ്തു. ഷോയുടെ NGO പാർട്ണറായ ചന്ദ്രഗിരി ലയൺസ് ക്ലബ് സെക്രട്ടറി ഫാറൂഖ് കാസിമി, തസ്ലീം ഐവ, ഷഫീഖ് ബൻസർ, ഈവന്റ് ഡയറക്ടർ ഷാഫിയെ നെല്ലിക്കുന്ന, ഷോ കോർഡിനേറ്റർ ഷോബിത്, സുലൈമാൻ ബോംബെ ഗാർമെന്റ്സ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN.
വേനൽ രൂക്ഷമായതോടെ കാസർഗോട്ടെ പുഴകൾ വറ്റിവരണ്ടു തുടങ്ങി. കാസർഗോഡ് പുത്തികെ പുഴയുടെ അവസ്ഥ ആരെയും കണ്ണീരണിയിക്കും. വരും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ജില്ല കടുത്ത ജലക്ഷാമമായിരിക്കും നേരിടേണ്ടി വരിക. വേനൽ ചൂട് അതികഠിനമായതോടെ ജില്ലയിൽ ജലക്ഷാമവും രൂക്ഷമായി. കടുത്ത വേനൽ ചൂടിൽ ജില്ലയിലെ പുഴകളെല്ലാം വറ്റി വരണ്ടിരിക്കുകയാണ്. ഏത് വേനൽ ചൂടിലും വറ്റാതെയിരിക്കുന്ന പുത്തികെ പുഴയുടെ അവസ്ഥയും വിഭിന്നമല്ല. പുഴയിലെ നീരൊഴുക്ക് പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. വർക്കാടിയിൽ നിന്നുള്ള പാലത്തിനടിയിൽ പുഴയുടെ ഒഴുക്ക് പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. പുഴയുടെ അക്കരെ കടക്കുവാൻ ഇതുവഴി വീതിയിൽ ചെമ്മണ്ണ് റോഡുണ്ടാക്കിയിരിക്കുകയാണ് നാട്ടുകാർ. പുഴകളെല്ലാം വറ്റി വരണ്ടു തുടങ്ങിയതോടെ ജില്ലയിലുള്ളവർ കടുത്ത ആശങ്കയിലാണ്. പുത്തികപ്പുഴ എന്ന് പറയുമ്പോൾ ഒരു ദ്വീപ് പോലെയാണ്. അപ്പുറത്തെ അങ്കടിമുഖർ പുഴയും ഇപ്പുറത്തെ പുത്തികപ്പുഴയും ഇടയിൽ വരുന്ന ഒരു ദ്വീപ് പോലെയാണിത്. രണ്ട് ഭാഗം പുഴയാണ്. അപ്പോൾ ഇത് മുൻകാലങ്ങളിലെല്ലാം ഇങ്ങനെ ആയിരുന്നില്ല. ഏപ്രിൽ മെയ് മാസം വരെ അവസാനം വരെ ഈ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഒരുപാട് കുഴിയുണ്ടായിരുന്നു ഈ പുഴയിലേക്ക്. ഈ പുഴയെ ആശ്രയിച്ചാണ് നൂറുകണക്കിന് ചെറുകിട കർഷകർ ജീവിക്കുന്നത് തന്നെ ഈ പുഴയെ ആശ്രയിച്ചാണ്. കുടിവെള്ളത്തിനാണെങ്കിലും കൃഷിക്കാണെങ്കിലും. ഇപ്പം ഈ വെള്ളം കിട്ടാത്തൊരവസ്ഥ വരുമ്പം ജനങ്ങൾ ഈ കിണറുണ്ടാക്കാൻ തുടങ്ങി പുഴയിൽ. ഈ കിണറുണ്ടാക്കിയത് താഴ്ത്തി ഇതിൻ്റെ അടി വരെ എത്തിയപ്പം പിന്നെ ഇനി വെള്ളം തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് വരുന്നത്. അടുത്ത മാസം മുതൽ ഇനി തീരെ വെള്ളം കിട്ടാത്തൊരവസ്ഥയിലേക്ക്. അത് കുടിവെള്ളമാണെങ്കിലും ഒരുപാട് കുടിവെള്ളത്തിൻ്റെ പദ്ധതികൾ ഇവിടെ ഇപ്പോൾ ഈ പുത്തിക പുഴയിൽ ഉണ്ട്, ജലനിധി പോലുള്ള. അപ്പോൾ അത് തന്നെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരുന്നതാണ് കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ അനുഭവപ്പെടുന്നത്. ഈ വർഷം അതിനേക്കാളും രൂക്ഷമാകുമെന്നുള്ളതാണ് വലിയ ആശങ്ക ജനങ്ങൾക്കുള്ളത്. പല പ്രദേശങ്ങളും ഇപ്പോൾ കടുത്ത ജലക്ഷാമമാണ് നേരിടുന്നത്. പുഴകളിൽ നിന്നും മണലൂറ്റുന്നതും കുന്നിടിക്കുന്നതും ഉൾപ്പെടെയുള്ള പരിസ്ഥിതിക്കെതിരായ പ്രവർത്തനങ്ങളാണ് ജലസ്രോതസ്സുകളുടെ മരണമണിക്ക് കാരണമായത്. ജില്ലയുടെ വടക്കൻ പ്രദേശങ്ങളിൽ അനധികൃതമായി മണൽ കടത്തുന്നത് വ്യാപകമാണ്. മണൽ ചാക്കുകളിൽ നിറച്ചാണ് പലയിടങ്ങളിലും നിർബാധം കടത്തുന്നത്. ഇതേ തുടർന്ന് വറ്റി വരണ്ട പുഴകളിൽ ജലത്തിനായി കിണർ കുഴിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. പുത്തികെ, മംഗൽപാടി പഞ്ചായത്തുകളിൽ ഏക്കർ കണക്കിന് നെൽകൃഷിയും പുഴയെ ആശ്രയിച്ചുള്ളതാണ്. പുഴ വറ്റി വരണ്ടതോടെ പ്രദേശത്തെ കമുക്, തെങ്ങ് കർഷകരും ആശങ്കയിലാണ്. വരും ദിവസങ്ങളിലും വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കാസർഗോഡ് ജില്ല കടുത്ത ജലക്ഷാമത്തെയായിരിക്കും നേരിടേണ്ടി വരിക. ന്യൂസ് ഡെസ്ക് KCN. പൂവൽ മഖാമുറൂസിന് തുടക്കമായി. പൂവൽ ജമാഅത്ത് പ്രസിഡന്റ് M. കുഞ്ഞബ്ദുല്ല ഹാജി പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. സയ്യിദ് MPM സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ ഉദ്ഘാടനം ചെയ്തു. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ആ വിശുദ്ധമായ സ്വഭാവമാണ് ഇസ്തിഖാമത്ത്. സർവ്വസമയത്തും അല്ലാഹുവിന്റെ തിരുഹദറത്തിലാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുക. അത് അവർക്ക് ഉണ്ടാവുള്ളൂ, സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ കഴിയൂല. ആ ഇസ്തിഖാമത്തിനുണ്ടാക്കിയവരാണ് ഈ മഹത്തുക്കളാവുന്ന അല്ലാഹുവിന്റെ ഔലിയാ. അതുകൊണ്ട് ആ ഔലിയാവിനോടുള്ള ആദരവ്, ബഹുമാനം, ഇതൊക്കെ ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഭാഗമാണ്. അതിൽ കൂടി മാത്രമേ ഈമാനിനെ വളർത്തിയെടുക്കാനും ഈമാനിനെ ശക്തിപ്പെടുത്താനും സാധ്യമാവുള്ളൂ. എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ കബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാ മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. അബ്ദുല്ല കുഞ്ഞി ഹാജി, സുബൈർ ദാരിമി പൗവൽ, MP ഹസൈനാർ, AB ഷാഫി, SM മുഹമ്മദ് കുഞ്ഞി, ബിസ്മില്ലാ മുഹമ്മദ് കുഞ്ഞി, മുഹമ്മദ് പള്ളം എന്നിവർ സംസാരിച്ചു. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, സയ്യിദ് അലി തങ്ങൾ, സയ്യിദ് ഫസൽ ഹാമിദ് കോയമ്മ തങ്ങൾ കുന്നുങ്കൈ എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വിവിധ ദിവസങ്ങളിൽ സ്വാലിഹ് അൻവരി ചേകന്നൂർ, അബ്ദുസമദ് പൂക്കോട്ടൂർ, സുബൈർ ദാരിമി പൗവൽ, ഹനീഫ് നിസാമി മഞ്ചേശ്വരം, ഹമ്മാദ് ബാക്കവി തിരുവനന്തപുരം, മൻസൂർ അലി കാപ്പ് എന്നിവർ പ്രഭാഷണം നടത്തും. ഏപ്രിൽ 7 അന്നദാനത്തോടെ ഉറൂസ് സമാപിക്കും. ഡിവിഷൻ എക്സൈസ് ഓഫീസ് ഇനി പേപ്പർ രഹിതമാകും. എക്സൈസ് വകുപ്പിന്റെ ഈ ഓഫീസ് കളക്ടറേറ്റിൽ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഈ ഓഫീസ് സംവിധാനം നിലവിൽ വരുന്നതോടെ പൊതുജനങ്ങൾക്ക് എക്സൈസ് സേവനങ്ങൾക്ക് ഓഫീസിൽ നേരിട്ടെത്താതെ ഓൺലൈനായി അപേക്ഷിക്കുവാൻ സാധിക്കുമെന്ന് ഋഷിരാജ് സിംഗ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മയക്കുമരുന്ന് കടത്തിനെതിരെ ജില്ലയിൽ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ അദ്ദേഹം വിലയിരുത്തി. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജേക്കബ് ജോൺ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ മോഹൻ കുമാർ, എക്സൈസ് CI മധുസൂദനൻ പിള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ ഓഫീസ് നിലവിൽ വരുന്നതോടെ എല്ലാ ഓഫീസ് രേഖകളും ഫയലുകളാക്കി മാറ്റിയായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഓഫീസിലെത്തുന്ന പരാതികളും തപാലുകളും ആദ്യം തന്നെ സ്കാൻ ചെയ്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കമ്പ്യൂട്ടറിലൂടെ കൈമാറിയായിരിക്കും ഈ ഓഫീസ് സംവിധാനം പ്രവർത്തിക്കുക.
ആയുർവേദ മരുന്നുകളുമായി ബന്ധപ്പെട്ട ലൈസൻസ്, ബാർ ലൈസൻസ്, പെർമിറ്റ് തുടങ്ങിയ ഉൾപ്പെടെ 23 സർവീസുകൾക്ക് ഇനി ഓഫീസിലെത്താതെ ഓൺലൈനായി അപേക്ഷിക്കാം. കൂടാതെ ലഹരിയുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്. എക്സൈസ് നൽകുന്ന സേവനങ്ങളിൽ 23 സർവീസസ് ഓൺലൈനായിട്ടാണ് നൽകുന്നത്. ഇതെല്ലാം ഇനി പൊതുജനങ്ങൾക്ക് എക്സൈസ് ഓഫീസിൽ വരാതെ തന്നെ ഓൺലൈൻ വഴി ഏതെങ്കിലും ഒരു അക്ഷയ സെൻറ്ററിലോ മറ്റ് കമ്പ്യൂട്ടർ സെൻ്ററുകളിൽ പോയി അവരെ ഒരു ID ക്രിയേറ്റ് ചെയ്ത് അവർക്ക് തന്നെ നേരിട്ട് അവരുടെ അപേക്ഷ അപ്ലോഡ് ചെയ്യാം. നിശ്ചിത ഫീസ് അടച്ചാൽ അവർ ഓഫീസിൽ വരാതെ തന്നെ ഈ ലൈസൻസുകൾ പ്രോസസ്സ് ചെയ്ത് തിരിച്ച് അവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ സിസ്റ്റം എക്സൈസിൽ നടപ്പിലാക്കി. ന്യൂസ് ഡെസ്ക് KCN. കോട്ടിക്കുളം മകാം ഉറൂസിന് വ്യാഴാഴ്ച തുടക്കമാകും. 11 വരെയാണ് ഉറൂസ്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. UK മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിക്കും. 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള ഉറൂസിനോടനുബന്ധിച്ച് സ്വലാത്ത് വാർഷികവും മതപ്രഭാഷണ പരമ്പരയും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 4-ാം തീയതി മുതൽ 11-ാം തീയതി വരെയാണ് നമ്മുടെ ഉറൂസ് സ്വലാത്ത് വാർഷികം നടക്കുന്നത്. 4-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മുടെ ഉറൂസ് കമ്മിറ്റി ചെയർമാൻ UK മുഹമ്മദ് സാഹിബ്, ജമാഅത്ത് പ്രസിഡന്റുമായ UK മുഹമ്മദ് ഉജ്ജി സാഹിബ് പതാക ഉയർത്തുകയും 2 മണിക്ക് സ്വലാത്ത് മജ്ലിസ് തുടങ്ങുന്നതുമാണ്. വൈകിട്ട് 7 മണിക്ക് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അബ്ദുല്ല കുഞ്ഞി കൂളിപ്പാറ, അബ്ദുല്ല മമ്മാലി, റഫീഖ് തങ്കക്കളരി, ജലീൽ കരിപ്പൊടി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശിരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം വിപുലമായ പരിപാടികളോടെ നടന്നു. ഇതോടനുബന്ധിച്ച് യാത്രയയപ്പ് സമ്മേളനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. സ്കൂൾ മുൻ ഹെഡ് മാസ്റ്റർ ശങ്കർ റൈ ഉദ്ഘാടനം ചെയ്തു. എന്ത് ബുദ്ധിമുട്ടുകളുണ്ട്, എന്ത് സംഗതികളൊക്കെ ഉണ്ട് എന്ന് നേരിട്ട് മനസ്സിലാക്കിയാണ് ഒരു സ്കൂളിന്റെ പ്രശ്നങ്ങൾക്ക് നടുവിൽ ആ സ്കൂള് നശിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അതിനെ പുനരുജ്ജീവിച്ചുകൊണ്ട് ഇത്രയും കുട്ടികൾ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടുകൂടെ നിൽക്കുന്ന ഒരു സന്ദർഭം സൃഷ്ടിക്കണമെങ്കിൽ ഒരു ഹെഡ്മാസ്റ്ററുടെ കഴിവ് എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരാൾക്ക് കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല. ആ കഴിവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാടിനെ നന്നാക്കാനുള്ള മനസ്സുള്ള സന്മനസ്സുള്ള മനുഷ്യന്മാരും നാട്ടിൽ വേണം. അങ്ങനെയുള്ള എൻ്റെ സിരിയയിലെ പ്രിയ സുഹൃത്തുക്കൾക്ക് 1000 നന്ദി. വി മാലിനി, MKK തങ്ങൾ മുട്ടം, H ഗീത, T കൃഷ്ണൻ, എബി കുട്ടിയാനം, VP അബ്ദുൽ ഖാദർ ഹാജി, ബഷീർ, അബ്ബാസ് ഒണന്ത, ഇബ്രാഹിം ഹാജി, അബ്ദുള്ള വളയം തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ബേക്കൽ കടപ്പുറത്ത് എക്സൈസ് റെയ്ഡ്. 280 കുപ്പി കർണാടക മദ്യം പിടികൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിൽ എക്സൈസ് റെയ്ഡ് കർശനമാക്കി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ തിങ്കളാഴ്ച റെയ്ഡ് നടന്നു. ബേക്കൽ വിഷ്ണുമഠം പ്രദേശത്ത് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടന്നു. കാസർഗോഡ് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടന്നത്. ഹോസ്ദുർഗ് എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ അഷ്റഫും സംഘവുമാണ് റെയ്ഡിന് നേതൃത്വമേകിയത്. ഡ്രൈ ഡേ ആയതിനാൽ കടപ്പുറം ഭാഗങ്ങളിൽ മദ്യം സൂക്ഷിച്ചു വെച്ച് ഉൽപ്പന്നം നടത്തുന്ന കാസർഗോഡ് എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിൽ നിന്ന് കിട്ടിയ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം കടപ്പുറം ഭാഗങ്ങളിൽ റെയ്ഡ് പോവുകയും ബേക്കലം ജംഗ്ഷനിൽ സൂക്ഷിച്ചു പരിശോധന നടത്തിയതിൽ പരിശോധനയിൽ 150 കുപ്പി കർണാടക നിർമ്മിത വിദേശ മദ്യം പിടികൂടി. വിഷ്ണുമഠത്തെ പുഷ്പ രാജേഷിന്റെ പറമ്പിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു മദ്യം കണ്ടെത്തിയത്. റെയ്ഡ് നടക്കുന്ന വിവരമറിഞ്ഞ് പ്രതി ഓടി രക്ഷപ്പെട്ടു. റെയ്ഡിന് എക്സൈസ് പ്രിവന്റീവ് ഉദ്യോഗസ്ഥരായ ബിജോയ്, ഷെയ്ഖ് അബ്ദുൾ ബഷീർ, സിഒമാരായ ജിതിൻ, ഡ്രൈവർ മൈക്കിൾ ജോസഫ് എന്നിവരും നേതൃത്വമേകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അജാനൂർ മണ്ഡലം കോൺഗ്രസ് 35-36 ബൂത്ത് കുടുംബ സംഗമം നടന്നു. അഡ്വക്കേറ്റ് CK ശ്രീധരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അജാനൂർ മണ്ഡലം കോൺഗ്രസ് 35-36 ബൂത്ത് കുടുംബസംഗമം സംഘടിപ്പിച്ചു.
കാട്ടുകുളങ്ങര ഇന്ദിരാഭവന് മുന്നിൽ സംഘടിപ്പിച്ച സംഗമം KPCC അംഗം അഡ്വക്കേറ്റ് ശ്രീ കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി വൻ വിജയം നേടി കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ജനാധിപത്യ മതേതര സർക്കാർ അഭിമാനപൂർവ്വം കേരളീയർക്ക് പറയാം, ഈ മണ്ണിൽ നിന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുന്നത് എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് കൈവന്നിരിക്കുന്നു. നാരായണൻ നെക്കാൽ അധ്യക്ഷനായ ചടങ്ങിൽ DCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മീനാക്ഷി ബാലകൃഷ്ണൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ പരക്കാട്ടിൽ, കുഞ്ഞിരാമൻ നെക്കാൽ, ഉമേശൻ കാട്ടുകുളങ്ങര, സുരേന്ദ്രൻ കാട്ടുകുളങ്ങര എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയ ഇരട്ടക്കൊലപാതക കേസ് അന്വേഷണ പുരോഗതി അറിയിക്കാൻ ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. HRPM ദേശീയ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര കാസർഗോട്ട് നിന്നും പ്രയാണം ആരംഭിച്ചു. മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് സന്തോഷ് ഹെഗ്ഡെ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കേന്ദ്ര സേനാംഗങ്ങൾ കാസർഗോഡ് നഗരത്തിൽ റൂട്ട് മാർച്ച് നടത്തി. യുവമോർച്ച ജില്ലാ കമ്മിറ്റി കാസർഗോഡ് യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള സി നായിക് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഫാഷൻ ലീഗ് ഏപ്രിൽ 7 നടക്കും. ബ്രോഷർ പ്രകാശനം നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം നിർവഹിച്ചു. വേനൽ രൂക്ഷമായതോടെ കാസർഗോഡ് പുത്തികെ പുഴയും വറ്റി. ജില്ല കടുത്ത ജലക്ഷാമത്തിലേക്ക്. ഡിവിഷൻ എക്സൈസ് ഓഫീസിനെ പേപ്പർ രഹിതമാകും. എക്സൈസ് വകുപ്പിന്റെ ഓഫീസ് കളക്ടറേറ്റിൽ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.